കഴിഞ്ഞ തവണ ഏട്ടൻ വന്നപ്പോ അന്താക്ഷരിയിൽ ഞാൻ ഉടക്കിയെന്ന് പായില്ല. ഇക്കുറി പായങ്ങാനും എന്റെ മുന്നിൽ വന്ന് വീണ ആ പായ അങ്ങോട്ട് നിവർത്തിയിട്ട് അതിൽ നീണ്ടു തുറന്നങ്ങടെ കിടക്കുക. അത്ര തന്നെ. വന്ന് കയറിയപ്പോ തന്നെ അന്താക്ഷരി കളിച്ച അലിയന്റെ കയ്യിൽ 5000 രൂപ അടിച്ചെടുക്കാൻ എന്താ ഇത്ര ധൃതി? ചന്ദ്ര, ഈ സല്യൂട്ട് ആള് ചില്ലറക്കാരല്ലോ. ഉള്ളിലേക്കാണ് ചെല്ലുമ്പോ തന്നെ സല്യൂട്ട് ചെയ്യാൻ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ തോന്നും. അവിടുത്തെ വലിയ വലിയ ഷേക്കന്മാര് കഴിക്കുന്ന സാധനം. ബോട്ടിൽ തന്നെ ഇന്ത്യൻ മണി ഒരു 10000 രൂപ വരും. വില വരും. വിലയില് കുറഞ്ഞൊരു ഏർപ്പാട് ഈ ചന്ദ്രശേഖരന് നിഘണ്ടുവില്ലല്ലോ. 3.5 ലക്ഷത്തിന്റെ വാച്ച്, 36,000 മോതിരം, 12,000 കുപ്പായം. പത്രാസിന് എന്ത് കുറവാണുള്ളത്? മരിച്ചുപോയി ഞങ്ങളുടെ രാഘവന്റെ കുട്ടിക്ക്. ഏട്ടാ, ഇത്തവണത്തെ അബ്കാരി ലേലത്തിന് നമുക്കൊന്ന് കൂടിയാലോ? കാശുണ്ടാക്കാൻ പറ്റിയ ഏർപ്പാടാ. അങ്ങനെ നാട്ടുകാരെ കള്ളു കുടിപ്പിച്ചിട്ട് നമുക്ക് കാശുണ്ടാക്കണ്ട. ഇപ്പൊ ഈ ഉള്ള ബിസിനസ് ഒക്കെ നോക്കി നടത്തിയാൽ മതി നിങ്ങള്. ആക്രാന്തം വേണ്ടാന്നർത്ഥം. അതെ ഏട്ടാ. അല്ല, നേതാവിനോടൊരു ചോദ്യം. എങ്ങനെ ഇരിക്കുന്നു നിന്റെ ലൈലാ മജ്നു? മനസ്സിലായില്ല. വിശേഷങ്ങളൊക്കെ അമ്മ പറഞ്ഞു. നീ ഒരു പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തിയുമായി ക്രൂരമായ പ്രണയത്തിലാണെന്ന്. പട്ടാളക്കാരന്റെ ഭാര്യയുടെ അനിയത്തി ആയതുകൊണ്ട് പേടിക്കാനില്ല. ഇവന്റെ കാര്യം ഒരു വെടിക്ക് തീരും. അതെ, ഇതിൽ ഇടപെടാനുള്ള സമയം ഉണ്ടാവും തോന്നണില്ല. എന്റെ പൊന്നേട്ടാ, ഇവന്റെ പ്രേമം വളരെ സ്ട്രോങ് ആയിട്ട് നടക്കുന്നുണ്ട്. പെണ്ണ് ലോ കോളേജില, കാണാനും സുന്ദരിയ. അപ്പൊ മന്ദബുദ്ധിയായിരിക്കും. അല്ലെങ്കിൽ മണ്ടറ കയറി ആരെങ്കിലും പ്രേമിക്കോ? എടാ, അവള് സ്ട്രോങ് ആണെങ്കിൽ ഒരു പന്തല് വെച്ച് നടത്താം. വലിയേട്ടന്റെ കൊച്ചനിന്റെ കല്യാണം ഒരുമിച്ച്. നാട്ടുകാർക്ക് ഒരു ചേഞ്ച് ആയിക്കോട്ടെ. ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? ചേഞ്ചിലും അല്പം ലാഭിക്കാം. സോറി ഏട്ടാ, ഞാൻ അവളെ കെട്ടാൻ പോകുന്നത് ഒരു കൊടി വെച്ച കാറിലായിരിക്കും. കൊടിയുടെ നിറം പറഞ്ഞില്ല. ത്രിവർണ്ണ പതാക. ഞാൻ വിചാരിച്ച് കരിങ്കൊടി ആയിരിക്കുന്നു. ഏട്ടാ, പറയുന്നോണ്ടൊന്നും തോന്നരുത്. നീ പറയടാ, ചന്ദ്രൻ ഒന്നും പറയില്ല. ഏട്ടന്റെ ഈ വേര് വെറും പാഴ് വേരാ. അത് കറക്റ്റ്. ഈ കോങ്ങണ്ണന്മാരെ വിശ്വസിക്കാൻ കൊള്ളില്ല. അളിയോ, അവിടെ അളിയന് തെറ്റി. ജന്മനാ ഞാനൊരു കോങ്ങണ്ണനല്ല. ജീവിത യാത്രക്കിടയിൽ അങ്ങനെ ആയിപ്പോയതാ. എന്റെ ഉമ്മ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത എന്റെ ബാപ്പായെ കുറിച്ച് പറഞ്ഞു തന്നിട്ടുള്ളത് ബാപ്പ ഇടക്കിടക്ക് ചന്തി ചൊറിയുന്ന സ്വഭാവക്കാരനായിരുന്നു. ആരുടെ എന്തി? ബാപ്പാന്റെ എന്തിയോ അത് ഉമ്മാന്റെ എന്തിയോ? ബാപ്പാന്റെ സ്വന്തം ചന്തി. അളിയോ, ഫ്ലാഷ് ബാക്ക് പറയുമ്പോ അതിന്റെ ഇടയിൽ കോമഡി വെതറല്ലേ? ആ ബാപ്പയെ തേടിയുള്ള അലച്ചിലിനിടയിൽ ഒരേ സമയം എന്റെ ഈ 2 കണ്ണുകൾ 2 വഴിക്ക് സഞ്ചരിച്ചു. അങ്ങനെ എനിക്ക് കോങ്ങണ്ണുണ്ടായത്. അതെന്തിനാ സുലൈമാനൻ 2 കണ്ണും 2 ബൈക്ക് സഞ്ചരിച്ചത്? എന്റെ ബാപ്പാക്ക് എന്താ 2 അന്തി ഉണ്ടോ? തോന്നിയാസം പറഞ്ഞാലുണ്ടല്ല, ഒരേ സമുദായത്തിൽപ്പെട്ട ആളാന്ന് ഞാൻ നോക്കൂല. ചെയ്തായിരിക്കും ഒരു തമാശ പറഞ്ഞല്ലേ. നീ സമാധാനായിട്ടിരിക്കേ. ആരൊക്കെ കളിയാക്കിയാലും നിന്റെ ആ അയ്യോ അത് ചൊറിയണ ബാപ്പയുണ്ടല്ല, അയാൾ നമ്മള് കണ്ടെത്തും. ചന്ദ്രേട്ടന്റെ ഈ ഒരു ഒറ്റ വാക്ക് വിശ്വസിച്ച ഇത്രയും കാലത്തിന് ശേഷം ഞാൻ ഈ മണ്ണി കാലുകുത്തുന്നത്. ചന്ദ്രേട്ടൻ പറഞ്ഞതാ. അത് ഉറപ്പാണല്ലോ. ഉറപ്പാ. മരിച്ചോ എന്റെ ഉമ്മയാണ് ഉറപ്പാ. അപ്പൊ നിനക്ക് ഉമ്മായില്ലേ? ഉമ്മയാണ് ഉറപ്പാ. ചന്ദ്രേട്ടന്റെ ഈ വരവിൽ 2 മഹാ അത്ഭുതങ്ങളാണ് കേരളത്തിന്റെ ഈ മണ്ണിൽ സംഭവിക്കാൻ പോകുന്നത്. ചന്ദ്രേട്ടൻ പെണ്ണ് കെട്ടും. രണ്ടാമത്തത് പറയല്ല തന്നോട്. ഞാൻ എന്റെ ബാപ്പായെ കണ്ടുമുട്ടുന്നു. ഞാൻ പറഞ്ഞേക്കാം. അങ്ങോട്ട് കൊടുക്ക. എങ്ങനുണ്ട്? ഇഷ്ടപ്പെട്ട? എനിക്കിഷ്ടായൊന്നാ. ഭാവിയിൽ എന്റെ ഏട്ടത്തെ അമ്മയാവാൻ പോകുന്നവരെ ഞാൻ കണ്ട് ഇഷ്ടപ്പെടുന്നത് ശരിയല്ല ഏട്ടാ. ഏട്ടൻ നോക്ക്. നീ ഭാവിയിലേക്ക് നോക്കണ്ട. നീ നോക്കിയാലും ഞാൻ നോക്കിയാലും ഒക്കെ ഒരുപോലെ. ഒന്നുമില്ലേലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ചേട്ടനും അനിയനും കൂടെ എന്താ ഒരു സുകാര്യം പറച്ചില്? ചെക്കൻ ആളൊരു നാണം കുടുങ്ങിയാണല്ലേ. അതുകൊണ്ടാണല്ലോ അനിയന്മാരെല്ലാം നേരത്തെ കെട്ടിയത്. മോളോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആവാം. വേണം. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെൺകുട്ടികൾക്ക് നിർബന്ധ. ചന്ദ്ര, പോയി സംസാരിച്ചോളൂ. ചെല്ലേട്ടാ, ചെന്ന് സംസാരിക്കേ. നീ സംസാരിച്ചാ മതി. എത്രയായാലും നമ്മളൊക്കെ ഒരു ചോരയല്ലേ. അതുകൊണ്ട് നീ സംസാരിച്ചാ മതി. അല്ലേട്ടാ, നീ സംസാരിച്ചാ മതി. അമ്മാമേ, ദേ അവരെത്തി. എന്തായി? കണ്ടിട്ട് ഇഷ്ടായി? ഒന്നും പറഞ്ഞില്ല. എന്താടാ, നിനക്ക് ഇഷ്ടായില്ലേ? ഭയങ്കര ലോങ്ങാ. ലോങ്ങോ? ഓ, നീളം. പിന്നെ നിന്നേക്കാളും വലിയൊരു പെണ്ണ്. ആ പെണ്ണിന്റെ കാര്യമല്ലേ പറഞ്ഞേ. ഭയങ്കര യാത്ര, ഭയങ്കര ദൂര യാത്ര. ഇപ്പൊ നല്ല കഥ. അബുദാബിയിലൊന്നും അല്ലല്ലോ കൊച്ചിന്റെ വീട്, ചേലക്കരയല്ലേ. നീ ഞങ്ങളെ വിഷമിപ്പിക്കാതെ കാര്യം പറ. പറയാം ഗണേശ.
പറ, നിനക്ക് അവളെ ഇഷ്ടമായ? എനിക്കാ അമ്മേ ചേച്ചി അമ്മായി ഞാൻ അപ്പഴേ ഏട്ടനോട് പറഞ്ഞ എനിക്ക് വേണ്ടിയല്ല ഏട്ടന് വേണ്ടി നിന്റെ വളിച്ച വിശദീകരണം ഒന്നും വേണ്ട, ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നിനക്ക് അവളെ ഇഷ്ടമായോ? ഇഷ്ടായോന്ന് ചോദിച്ചാ കാണാൻ നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യത്തിനുള്ള വിദ്യാഭ്യാസം ഉണ്ട്, പിന്നെ തറവാട്ടി പറഞ്ഞ പെണ്ണാണെന്ന് അമ്മാവൻ നേരത്തെ പറഞ്ഞു. അമ്മാവൻ പറയാത്ത ഒരു കാര്യം ആ കുട്ടി പറഞ്ഞു. എന്താ? അവളുടെ പ്രായം. അത് ഈ വരുന്ന ജൂണിൽ 20 വയസ്സ്. മോളിങ് വന്നേ വാ. അമ്മേ, ഇവൾക്ക് എത്ര വയസ്സായി? അവക്ക് 18 ആവണു. അപ്പൊ രണ്ടും തമ്മിൽ എത്ര വ്യത്യാസം? 2 വയസ്സ്. ഇവൾ എനിക്ക് എന്റെ മോളെ പോലെ. അങ്ങനെ മോളുടെ പ്രായമുള്ള ഒരു പെൺകുട്ടിയെ അങ്ങനെ ഒരു അന്യായം എന്നെ കൊണ്ട് ചെയ്യിക്കണോ? എന്റെ കുട്ടിയെ അവർക്ക് ഈ കാര്യത്തിൽ സമ്മതാന്ന് വെച്ചാ അവരുടെ സമ്മതം അല്ല അമ്മാവ, അവനവന്റെ സമ്മതമാണ് വേണ്ടത്, മനസ്സിന്റെ സമ്മതം. ഏതൊരു മംഗല്യവും ആദ്യം നടക്കുന്നത് മണ്ഡപത്തിൽ വെച്ചല്ല, മനസ്സിൽ വെച്ചാ. കെട്ടുന്ന ആണിന്റെയും പെണ്ണിന്റെയും മനസ്സിൽ വെച്ച്. അത് അവിടെ വെച്ച് നടന്നില്ലെങ്കിൽ പിന്നെ അത് വേണ്ടെന്ന് വെക്കണതാണ് അതിന്റെ വൃത്തി. എന്റെ ഈശ്വര, ഇനി ഈ പേരും പറഞ്ഞ് പാവ ഈശ്വരനെ വിളിച്ച് സങ്കടപ്പെടുത്തണ്ട. കള്ളം പറഞ്ഞും കണ്ണീരൊഴുക്കിയൊക്കെ അല്ലേ എന്നെ വിളിച്ചു വരുത്തിയത്. വന്ന സ്ഥിതിക്ക് കെട്ടിയിട്ടേ പോകുന്നുള്ളൂ ചന്ദ്രൻ. പക്ഷെ ഒരു കാര്യം, എനിക്കിപ്പോ വയസ്സ് 41. കെട്ടുന്ന പെണ്ണിന് ഏറിപ്പോയ 10 വയസ്സിന്റെ പ്രായ വ്യത്യാസം വരെയാകാം. എവിടെ വേണേലും എങ്ങനെ വേണേലും അന്വേഷിക്കാം. പിന്നെ ഒരു ഡിമാൻഡ് ഉണ്ട്. പറഞ്ഞോളൂ. പെണ്ണ് കാണാൻ ഈ പടി ഇറങ്ങും മുമ്പ് പെണ്ണിന്റെ ബർത്ത് സർട്ടിഫിക്കറ്റ്, മലയാളത്തിൽ പറഞ്ഞാൽ ജനന സർട്ടിഫിക്കറ്റ് ഇവിടെ ഹാജരാക്കാം. അത് ഞാൻ ഇട്ടളിയാ. ഫോട്ടോസ്റ്റാറ്റ് അല്ല അല്ലയാ ഞാൻ ഉദ്ദേശിച്ചത്, ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. SSLC ബുക്കിന് 3rd പേജ് ആയാലും കുഴപ്പമില്ല, കുഴപ്പമുണ്ടാക്കരുത്. അപ്പോഴേ കാര്യങ്ങളെ കൂടി മാധവൻ ലോകകപ്പിലേക്ക്, ലോകകപ്പിലേക്ക്. ചക്ക ഓട്ടോറിക്ഷ പിടിച്ചു വരണ. ഇങ്ങോട്ട് ഇറങ്ങടി മോളെ. എത്രയുടെ 35? ഞങ്ങൾ രണ്ടുപേരല്ലേ നിന്റെ കുന്നാട്ടത്തിൽ കയറിയിരുന്നുള്ളൂ. നിങ്ങൾ രണ്ടുപേര് മാത്രമല്ലോ, കൂടെ ഒരു ഫുൾ പ്ലാവൂലേ, അപ്പൊ 35 ഒക്കെ ആവും. അവിടെ നിൽക്ക്. അഗ്രികൾച്ചറിൽ അനാവശ്യം പറഞ്ഞാണല്ലോ. അയ്യോ, കൃഷിഭവനിൽ നിന്നാണെന്ന് ചോദിച്ചതാ. അല്ല, ഞാൻ ചക്കാന്തരേന്നാ, ചന്ദ്രന്റെ അമ്മായിയാ. അതാ ചക്കയും കൊണ്ട് വന്നതല്ലേ? പണ്ടേക്കും പണ്ടേ ചക്കാന്തരയിലെ അമ്മായിയുടെ ചക്ക ചന്ദ്രനൊരു വീക്കൻസാ. ഇതേതാ ഈ വീക്കെൻഡ്സ് മകളാ? അതെ, ചന്ദ്രന്റെ മുറപ്പെണ്ണ, പേര് നീലിമ. എന്നാ പിന്നെ ഉജാലാന്നിടായിരുന്നില്ലേ? ഗൾഫുകാരനാണോ? ഗൾഫുകാരനാണോന്നാ? 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ ചേക്കാ. എന്നാ ഓട്ടോന്റെ കാശ് കൊടുത്തേക്ക് വാ മോളെ. വേഗം ഇങ്ങോട്ട് വാ. ചക്കന്തറയിലെ അമ്മായി എന്തേ വരാൻ വൈകിയത്? ഒന്നും പറയണ്ടല്ലേ ലക്ഷ്മിയെടുത്തിയെ. ചന്ദ്രൻ വന്നു അറിഞ്ഞപ്പോ തുടങ്ങിയതാ ഈ പെണ്ണ്. ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം, ഇക്കിന്റെ ചന്ദ്രേട്ടനെ കാണണം എന്നും പറഞ്ഞ കയറ് പൊട്ടിക്കുക. പക്ഷെ എന്താ ചെയ്യ, ഈ ചക്കയൊന്ന് മൂത്ത് കിട്ടണ്ടേ? അതെ, ചന്ദ്രേട്ടൻ എന്തിയ അമ്മായി? അവിടെയുണ്ട്. ഞാൻ എന്താ ഈ കാണുന്നത്? എന്റെ മോനാകെ അങ്ങ് വാടിപ്പോയല്ലോ. നീ എന്താടി അന്യനെ നോക്കണത് പോലെ വാ പൊളിച്ച് നിക്കണത്? ഈ തേനലിച്ചൊക്കെ ചന്ദ്രനെ കൂടെ കൊടുക്ക്. അവളിപ്പോ നോക്കുന്നത് നിന്നെയാണോ എന്നെയാണോ? അവളിപ്പോ നോക്കുന്നത് നമ്മൾ രണ്ടുപേരെയല്ല, അവളുടെ ഭാവിയിലേക്കാ. നോക്കി നിൽക്കാതെ നീ ആ തേനുലി. അല്ല ഏട്ടാ, അത് ഏട്ടന്റെ ചക്ക. ഇവിടെ ചക്കയ്ക്ക് എന്ത് ഏട്ടനും അനിയനും ഒന്നുമില്ലല്ലോ, നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ദേ ചക്കമ്മയുടെ നീലമക്കുടി ആ ചക്കയും കൊടുത്തേ കൊടുത്തേ കൊടുത്തേ. നീ ഇങ്ങോട്ട് വന്നേ. അമ്മായിക്ക് അറിയാൻ പാടില്ലാണ്ട് ചോദിക്കാം. കാണാൻ സുന്ദരൻ, കൈ നിറയെ കാശുണ്ട്, പിന്നെ പെണ്ണ് കെട്ടാനാണെന്നും പറഞ്ഞ് വീടായ വീടൊക്കെ കയറി ഇറങ്ങി ഈ പൂ പോലുള്ള മുഖം വെയില് കൊള്ളിച്ച് വാടിക്കേണ്ട വല്ല കാര്യം. ഇപ്പൊ എങ്ങനെയുണ്ട് ഏട്ടാ ഞാൻ പറഞ്ഞത്? നീ പറഞ്ഞതാ? അതെ, ഞാൻ പറഞ്ഞ തന്നെ. മുറപ്പെണ്ണായിട്ട് ഒരാൾ ഇവിടെ ഏട്ടന് വേണ്ടി പുര നിറഞ്ഞു നിൽക്കുമ്പോ പെണ്ണ് അന്വേഷിച്ച് പുറമെ പോണ്ട കാര്യമില്ല ഞാൻ പറഞ്ഞല്ലേ. അപ്പോഴൊക്കെ ഏട്ടൻ എന്താ പറഞ്ഞത്? അമ്മായിക്ക് അത് ഇഷ്ടാവില്ലാന്ന്. എന്നിട്ട് ഇപ്പൊ എന്തായി? കൺമുമ്പിൽ കൊണ്ട് എത്തിച്ചു തന്നില്ലേ ഈശ്വരൻ? ഇത്രയും വിശാല മനസ്കായ ഒരു അമ്മായിയും ഇത്രയും വിശാലായിട്ടുള്ള ഒരു മോളും വേറെ എവിടെ കിട്ടു ഏട്ടാ? ഒന്ന് അങ്ങോട്ട് ചേർന്ന് നിന്നേ എന്റെ ഏട്ടത്തിയമ്മേ. എന്തൊരു ചേർച്ച! ഇത്തവണ ജോഡിക്കുള്ള മാതൃഭൂമി മെഡിമിക്സ് അവാർഡ് എപ്പ കിട്ടിയെന്ന് ചോദിച്ചാ മതി. നീ ഇങ്ങനെ പോയാലേ അധികം താമസിയാതെ എന്റെ എന്തെങ്കിലും അവാർഡ് മേടിക്കും. അപ്പൊ ചക്കമായി, നമുക്കൊരു കാര്യം ചെയ്യാം. അധികം വൈകാതെ ഇവളുടെ കല്യാണം നടത്താം. അതിന്റെ ഫുൾ ചെലവ് ഞാൻ എടുത്തോളാം.